നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വീണ്ടും ഇന്ത്യക്ക് കനത്ത തിരിച്ചടി. എന്നിരുന്നാൽ തന്നെയും ഗൾഫിലെ പ്രവാസികൾക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷമാണ്. രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നത് വിലക്കയറ്റം പോലുള്ള വലിയ പ്രതിസന്ധികളാണ് രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഡോളറിനെതിരെ 82.66 എന്ന നിരക്കിലാണ് രൂപയുടെ കഴിഞ്ഞ ദിവസത്തെ വ്യാപാരം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്ക് കൂടിയാകുന്നു ഇത്. കഴിഞ്ഞ ദിവസം 82.61 രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. വൻതോതിൽ ഡോളർ പുറത്തേക്ക് ഒഴുകുന്നതാണ് രൂപയുടെ തിരിച്ചടിക്കുള്ള പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്നാണ് സൂചനയെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറയുന്നതാണ് രൂപയ്ക്ക് ഗുണകരമാകാൻ സാധ്യതയുള്ളതായി പ്രഖ്യാപിക്കുന്നത്. ഇതുകൂടാതെ രൂപയുടെ മൂല്യം ഇടിയുന്നത് പതിവ് പോലെ പ്രവാസികൾക്ക് നേട്ടമായി മാറിയിട്ടുണ്ട്. ബുധനാഴ്ചയിലെ ആദ്യ വ്യാപാരത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം UAE ദിർഹത്തിനെതിരെ 22.54 എന്ന നിരക്കിലായിരുന്നു ഇടിഞ്ഞത്. ഇതോടെ പതിവ് പോലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പരമാവധി പണം അയക്കാനുള്ള ശ്രമവും തുടങ്ങി. അതേസമയം അടുത്ത കാലത്തായി ഈ ഉയർന്ന നിരക്ക് ഉള്ളതിനാൽ അയക്കുന്ന പണത്തിൽ വലിയ വർധനവ് ഉണ്ടായിട്ടില്ല എന്നതും പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തിടെ പ്രവാസി പണം ഏറ്റവും അധികം എത്തുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു. ഭാരതീയ പ്രവാസികളുടെ പണവരവിന്റെ കാര്യത്തിൽ 2022 5% വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിലേക്കുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപം $8,000 കോടി മാറും. ഇതിന്റെ 25% അധികമായിരിക്കും പ്രവാസി പണമൊഴുക്കെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2021 12% വളർച്ചയോടെ പണമൊഴുക്ക് ചരിത്രത്തിൽ ആദ്യമായി $10,000 കോടി കടക്കുകയും ചെയ്തിരുന്നു. പ്രവാസി പണത്തിൽ ചൈന, മെക്സിക്കോ, ഫിലിപ്പീൻസ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളെ പിന്തള്ളിയാണ് ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നത്. വിദേശ വിപണിയിലെ ഡോളറിന്റെ ആവശ്യകതയും വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും നിക്ഷേപകരുടെ തീരുമാനങ്ങളെ സ്വാധീനിച്ചെന്നാണ് ഫോറൻസിക് വ്യക്തമാക്കുന്നത്. US കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് വീണ്ടും പലിശ നിരക്കുകൾ ഉയർത്താനുള്ള സാധ്യത നിക്ഷേപകരെ അമേരിക്കൻ വിപണിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാന റിപ്പോ നിരക്ക് ബുധനാഴ്ച 35 ബേസിസ് പോയിന്റ് ഉയർത്തുകയും ചെയ്തു. തുടർച്ചയായ 5ാമത്തെ വർധനവാണ് ഇത്. ഉയർന്ന പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RBI തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് രാജ്യത്ത് പലിശ വർധനവിനുൾപ്പെടെ കാരണമായേക്കുമെന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം RBIയിലെ 3 അംഗങ്ങളെയും 3 ബാഹ്യാംഗങ്ങളെയും അടങ്ങുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയിലെ ഭൂരിപക്ഷ തീരുമാനത്തിലാണ് പ്രധാന വായ്പാ നിരക്കായ റിപ്പോ നിരക്ക് 6.25% ഉയർത്തിയത്. 6 അംഗങ്ങളിൽ 5 പേരും വർധനവിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു. അതേസമയം ഇതോടെ ഇന്ത്യൻ ഇന്റർ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഡോളറിനെതിരെ 82.74 ആരംഭിച്ച രൂപ പിന്നീട് 82.75 താഴ്ന്നു. ഇതോടെ കഴിഞ്ഞ ദിവസത്തിനേക്കാൾ 25 പൈസയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 65 പൈസ ഇടിഞ്ഞ് ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 82.50 ക്ലോസ് ചെയ്തത്. ആഗോള എണ്ണ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചേഴ്സ് 0.09% ഉയർന്ന് ബാരലിന് $79.42 ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ വീഴ്ചകൾക്കും കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.